അസ്സലാമു വറഹ്മത്തുള്ള. ഗുഡ് ഈവനിങ്. പ്രിയമുള്ളവരെ, നമ്മുടെ എസ്റ്റിം അക്കാദമി നടത്തുന്ന രണ്ടാമത്തെ PYQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസണിങ്ങിൻ്റെ 2024 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എൻ്റെ സ്ക്രീനും അതുപോലെ തന്നെ വോയിസും ഒക്കെ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. റെഡി ആണല്ലോ അല്ലേ? ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എനിവൺ റെഡി ആണോ? ഓക്കെയാണ് സർ. ഓക്കെ, ഫൈൻ. ഓക്കെ, നോക്ക്, നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ പോവുക. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. A and B are brothers. ഓക്കെ, C and D are sisters. A's son is D's brother. How is B related to C? ഒന്ന് ചെയ്തു നോക്ക്. ഓക്കെ, ഒന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് ആരെങ്കിലും ആദ്യം പറയാ. ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്തോ? അങ്കിളാണോ? അങ്കിളാണോ? എല്ലാവർക്കും അങ്കിൾ എന്നാ കിട്ടിയേ? അതെ, അങ്കിള് കിട്ടിയ. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം കേട്ടോ. ക്ലിയർ ആവാത്തവരോട് നല്ല ശ്രദ്ധിക്കണേ, മനസ്സിലായവരും ഒന്ന് ശ്രദ്ധിക്കാം. എയും ബിയും ബ്രദറാണ്. ഇപ്പൊ നമ്മളിത് വരയ്ക്കാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. എയും ബിയും ബ്രദറാണ്. ഓക്കെ, എയും ബിയും ബ്രദറാണ്. അപ്പൊ മെയിൽ എന്ന് കാണിക്കാൻ നമ്മൾ സ്ക്വയർ, അങ്ങനെ പല രൂപത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പെട്ടെന്ന് പിക്ചറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐഡിയ യൂസ് ചെയ്യുന്നത്. അതുപോലെ സിയും ഡിയും സിസ്റ്റർ ആണ്. നോക്ക്, സിയും ഡിയും സിസ്റ്റർ ആണ്. ഫൈൻ. ഇനി എന്താ പറഞ്ഞേ? എ സൺ ഈസ് ഡീസ് ബ്രദർ. എ സൺ ഈസ് ഡീസ് ബ്രദർ. ദാ എന്റെ മകൻ ഡിയുടെ ബ്രദർ ആണ്. ഫൈൻ. എയുടെ മകൻ ഞാൻ എസ് എന്ന് കൊടുത്തു, സൺ ഉള്ളതുകൊണ്ട്. എ സൺ ഈസ് ഡീസ് ബ്രദർ, ഡിയുടെ ബ്രദർ ആണ്. ഹൗ ഈസ് ബി റിലേറ്റഡ് ടു സി? ബി എങ്ങനെയാണ് സിയിലേക്ക് റിലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, ഹൗ ഈസ് ബി റിലേറ്റഡ് ടു സി, അല്ലെങ്കിൽ സിയുടെ ആരാണ് ബി, അങ്ങനെ പറയാം അല്ലെ? സിയുടെ ആരാണ് ബി? നോക്ക്, സിയുടെ സിയുടെ ഇതൊക്കെ ഒരേ ബ്രദർ ആണ് അല്ലെ? സിയുടെ പെങ്ങള് ബ്രദർ, ഓക്കെ, അല്ലെങ്കിൽ അനിയത്തി ബ്രദർ, ആ ബ്രദറിന്റെ അച്ഛൻ അല്ലെ? പിന്നെ ബി. അപ്പൊ ആരായിരിക്കും സിയുടെ ആരാണ് ബി? അങ്കിൾ അല്ലേ? ഓക്കെ, അങ്കിൾ എന്ന് പറഞ്ഞാൽ ഉപ്പയൊത്ത സഹോദരനോ ഉമ്മയൊത്ത സഹോദരനോ നമ്മൾ ഇംഗ്ലീഷിൽ അങ്കിള് എന്നാണ് പറയാ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അച്ഛന്റെ ബ്രദർ, ഉപ്പയുടെ അനിയനോ ജ്യേഷ്ഠനോ വരുന്നു. അപ്പൊ നമ്മൾ അങ്കിൾ എന്നാണ് പറയാ. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? ഒരു 3-4 ആ എന്ന് കേട്ടാ ഞാൻ പോകും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പറയും. ഓക്കെ, ഞാൻ പോകുന്നു കേട്ടോ, മുന്നോട്ട് പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയാൻ കട്ട് എ കേക്ക് ഇൻ ടു 2 halves അല്ലേ? അയാൻ എന്ത് ചെയ്തു? നമ്മളിവിടെ കാണുന്ന പോലെ ഒരു കേക്കിനെ 2 ഹാഫായിട്ട് മുറിച്ചു. ആൻഡ് കട്ട്സ് 1 half into smaller pieces of equal size. ഓക്കെ,
മറ്റേ ഹാഫ് എന്ത് ചെയ്തു? വീണ്ടും അയാൾ കട്ട് ചെയ്യാണ്. സ്മോളർ പീസസ് ഓഫ് ഈക്വൽ സൈസ് ഉള്ള സ്മോളർ പീസുകളായിട്ട് അയാൾ കട്ട് ചെയ്തു. ഈച്ച് ഓഫ് ദ സ്മോൾ പീസസ് ഈസ് 20 grams ഇൻ വെയിറ്റ്. ആ കട്ട് ചെയ്ത ഓരോ പീസുകളും 20 gram ആണ് ഉള്ളത് വെയിറ്റ്. ഇഫ് ഹി ഹാസ് 7 pieces ഓഫ് ദ കേക്ക് ഇൻ ഓൾ വിത്ത് ഹിം, അയാളുടെ കയ്യിൽ 7 പീസുകളാണ് ഇങ്ങനത്തെ കേക്ക് ഉള്ളതെങ്കിൽ, ഹൗ ഹെവി വാസ് ദ ഒറിജിനൽ കേക്ക്? അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഈ കേക്കിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ഒന്ന് ചെയ്തു നോക്കൂ. ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻസ് ആട്ടോ. കിട്ടിയോ? ബി ആണോ? 280. ഡിയാ പറഞ്ഞേ. ഡി 280. 280. 180. 280. നോക്കാം ട്ടോ. 40 ആണ്. വേറെ ആൻസർ ഉണ്ടോ? 140 പറയുന്നേ. 240 ആണോ? 240. 240. ഓക്കെ, നോക്കാം. നോക്ക്, ക്ലിയർ ആവാത്തവര് നല്ല ശ്രദ്ധിക്കുക. നല്ല രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണിത്, വലിയ ടഫ് ഒന്നുമില്ല. ഒരു കേക്കിന് 2 പീസാക്കി, എന്നിട്ട് വീണ്ടും ഹാഫിന് 7 കഷ്ണങ്ങളാക്കി അല്ലേ? പിന്നെ 20 ഗ്രാമുള്ള കഷ്ണങ്ങളായി വീണ്ടും 20 ഗ്രാമുള്ള ഈക്വൽ കഷ്ണങ്ങളാക്കി എന്ത് ചെയ്തു? മുറിച്ചു അല്ലേ? എന്നിട്ട് ടോട്ടൽ എത്ര പീസാ ഉള്ളത്? 7 പീസാണ് അവസാനം ഉള്ളത്. അപ്പൊ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് തന്നെയാണ്. ബാക്കി ഇത് എത്ര കഷ്ണങ്ങളായി ഉണ്ടാവും? അപ്പോ 6 കഷ്ണങ്ങളായി ഉണ്ടാവും അല്ലേ? ക്ലിയർ ആണോ? 7 pieces of cake means 1 half cake and 6 pieces of another half cake. ഈ ഹാഫ് കേക്ക് അവിടെ, പിന്നെ ഈ ഹാഫ് കേക്കിന് എന്ത് ചെയ്യുന്നു? 20 ഗ്രാം വീതമുള്ള 60 പീസ് മാറ്റുന്നു. ഓക്കെ അല്ലേ? അപ്പം പിന്നെ ഓരോ സ്മോൾ പീസിന്റെ വെയിറ്റും 20 ഗ്രാം ആണ്. അപ്പൊ പറയും ടോട്ടൽ വെയിറ്റ് ഓഫ് 6 പീസസ് എത്ര ആയിരിക്കും? 6 × 20. സോ 120 ഗ്രാം ആണ് ഈ കാണുന്ന ഭാഗം. ഇത് മാത്രം 120. എടാ, ഇത് 2 ഈക്വൽ ഹാഫ് അല്ലേ? ഇത് 120 ആണ്. അപ്പൊ ഇതും എന്താ ഉണ്ടാവുക? 120 അല്ലേ ഉണ്ടാവുക? സോ ടോട്ടൽ വെയിറ്റ് എങ്ങനെ വരിക? 120 × 2 or 120 + 120 which is equal to 240 gram. ക്ലിയർ ആണോ? എങ്ങനെ? റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. 280 കിട്ടിയവർ എങ്ങനെയാ കിട്ടിയെന്ന് ഒന്ന് പറയോ? എങ്ങനെയാണ് അവർ അസസ് ചെയ്തത്? 8 പീസായിട്ടാണോ എടുത്തത്? ഓക്കെ, 280 കിട്ടിയവർ ചെയ്ത ഫോൾട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 280 കിട്ടിയവർ എന്ത് ചെയ്തു അറിയോ? ഇത് മൊത്തം 7 പീസാക്കി എടുത്തു. ഓക്കെ, ഇത് 7 ആക്കി എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു പീസ് 20 ആണെങ്കിൽ 7 × 20, സോ 140 വന്നു. പിന്നെ 140 + 140 280. അങ്ങനെയാണ് 280 വന്നിട്ടുണ്ടാവുക. ബട്ട് തെറ്റാണ്. കാരണം എന്താണ്? ഇവിടെ ടോട്ടൽ എത്ര പീസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്? 7 പീസ് എന്നാണ് കേട്ടോ. അപ്പൊ 6 ഈക്വൽ പീസും പിന്നെ ഒരു പീസും ഹാഫ് പീസും. ക്ലിയർ ആണല്ലോ അല്ലെ? അടുത്തേക്ക് പോകുന്നുണ്ട്. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കോ? എനിവൺ? സർ കേൾക്കാമോ? കാണാത്തോണ്ടാ. ആരെങ്കിലും ഒരാളൊന്ന് വായിക്കോ? ആ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്ക്. A student got twice as many sums wrong as he got right. If he attempted 48 sum in all, how many did he solve correctly? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്ന എന്താ അറിയോ? അപ്പോഴല്ലേ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവുള്ളൂ. മറ്റേ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്ന പോലെ ആവൂലേ? ആ, ചോദ്യം ഒന്ന് വായിക്ക്. എ സ്റ്റുഡന്റ് got many sums wrong as he got right. Sum in all, how many did he solve
ഒന്ന് ചെയ്തു നോക്ക് കേട്ടോ. കിട്ടിയ ഉടനെ പറഞ്ഞു കേട്ടോ. Sixteen. 16. നോക്കാം. ഒരു 3-4 ആൻസർ കേൾക്കട്ടെ. സിക്സ്റ്റീനാ വരുന്നേ. നോക്കുക, ഞാൻ ചെയ്യട്ടെ കേട്ടോ. എ സ്റ്റുഡൻറ് ഗോട്ട് ട്വൈസ് ആസ് മെനി സംസ് റോങ് ഹാസ് ഹി ഗോട്ട് റൈറ്റ് അല്ലേ. അപ്പം ഞാൻ ഇവിടെ എടുത്തത് ഇപ്പോൾ എക്സ് ആക്കി എടുത്തു. ആരെ? നമ്പർ ഓഫ് സം ഗോട്ട് റൈറ്റ് അല്ലേ. ശരിയായതിന് എക്സ് എടുത്തു. എന്താ? ട്വൈസ് ആസ് മെനി സംസ് റോങ് എന്നാണ് പറഞ്ഞത്. ഹാസ് ഹി ഗോട്ട് റൈറ്റ്. പിന്നെ അയാൾക്ക് കിട്ടിയ ശരിയുടെ ഡബിൾ ആണ് ആര്? തെറ്റ് എന്നാണ് പറഞ്ഞത്. സോ ശരിയായതിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പൊ തെറ്റായതിനെ എന്ത് വിളിക്കും? 2 × x. കാരണം എന്താണ്? ട്വൈസ് ആസ് മെനി സംസ് റോങ് ഹാസ് ഹി ഗോട്ട് റൈറ്റ് അല്ലേ. ശരിയായതിന്റെ ട്വൈസ് ആണ് തെറ്റായത്. അപ്പം എക്സിനെ ഞാൻ ശരിയായതായിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് പ്ലസ് എക്സ് അല്ലെങ്കിൽ 2 × x, അതാണ് തെറ്റായ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ അയാൾ ചെയ്തത് തെറ്റായത്. സംസ് ഇൻ ഓൾ, അയാൾ എത്ര അറ്റൻഡ് ചെയ്തു? ശരിയായത് അതുപോലെ തന്നെ തെറ്റായത് രണ്ടും കൂടി അയാൾ അറ്റൻഡ് ചെയ്തത് എത്ര ചോദ്യമാണ്? 48. സോ 2x + x. 2x + x എന്ന് പറഞ്ഞാൽ 3x അല്ലേ. 3x. സോ x എന്ന് പറഞ്ഞാൽ എന്താണ്? 48 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 16. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറയണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ മടിക്കരുത് കേട്ടോ, ചോദിക്കണം, ഞാൻ പറയും. ഇവിടെ പറഞ്ഞത് എന്താണ്? എ സ്റ്റുഡൻറ് ഗോട്ട് ട്വൈസ് ആസ് മെനി സംസ് റോങ് ഹാസ് ഹി ഗോട്ട് റൈറ്റ് അല്ലേ. ശരി കിട്ടിയത് എക്സ് ആണെങ്കിൽ തെറ്റായത് എത്ര ആയിരിക്കും? 2x ആയിരിക്കും അല്ലേ. എന്നാലോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ അയാൾ ചെയ്ത സം 48 ആണ്. സോ 3x 48 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് 48/3 വിച്ച് ഈസ് ഈക്വൽ ടു 16. അപ്പൊ ശരിയായത് പിന്നെ എത്രയാണെന്ന് ചോദിച്ചാൽ 16. ഇനി തെറ്റായത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 × 16 വിച്ച് ഈസ് ഈക്വൽ ടു 32. ഓക്കെ ആണല്ലോ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഒന്ന് വായിക്കൂ. എനിവൺ? അതെ, ആരെങ്കിലും ഒരാള്. മൈക്ക് ഓൺ ആക്കിക്കോളൂ. കേൾക്കണില്ലേ? പറഞ്ഞോളൂ, വായിച്ചോളൂ. The number of science students in school is 3 times the number of commerce students. Which one of the following numbers cannot represent the total number of students in the school? Okay, good. മൈക്ക് ഓഫ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ ചെയ്യേ.
ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. ഫോർട്ടി ടു. അവിടെ ഞാൻ കവർ ചെയ്യാൻ മറന്നു അല്ലേ? ഓക്കെ, 42. കാരണം എന്തായിരിക്കും? ചെയ്യാത്തവര് മനസ്സിലാകാത്തവരൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അവിടെ ദ നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ ഈസ് 3 times ദ നമ്പർ ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസ്. സയൻസ് സ്റ്റുഡൻസിന്റെ എണ്ണം കൊമേഴ്സ് സ്റ്റുഡൻസിനേക്കാൾ 3 മടങ്ങാണ്, അല്ലെങ്കിൽ 3 ഇരട്ടിയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിൽ. ഓക്കെ, 3 ടൈം കൂടുതലാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നമ്പർ കനോട്ട് റെപ്രസെന്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ? അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്തത് ഈ താഴെ തന്നതിൽ ഏതാണ്? നേരത്തെ നമ്മൾ ചെയ്ത അതേ ഐഡിയ എടുക്കുക. ഇവിടെ സയൻസ് സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്? കൊമേഴ്സ് സ്റ്റുഡൻസും ആയിട്ടല്ലേ കമ്പയർ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, എക്സ് എന്ന് വിളിച്ചു. അപ്പൊ നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് എന്തായിരിക്കണം? 3 times നമ്പർ ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ? സോ 3x അല്ലേ? എന്നിട്ട് പറഞ്ഞത് ഇവിടെ ഈ താഴെ തന്ന നമ്പറുകളിൽ ഇതിന്റെ ടോട്ടൽ കാണിക്കാൻ കഴിയാത്തത് ഏത് നമ്പറാണ് എന്നാണ് ചോദിച്ചത്. ഇത് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 3x. എക്സ് പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 4x. അതായത് ഇവിടെ തന്ന നമ്പർ ആരുടെ ഗുണിതമായിരിക്കണം? ആരുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഓക്കെ, ഇവിടെ ഞാൻ 4ന്റെ മൾട്ടിപ്പിൾ ആവണമല്ലോ. ഇപ്പൊ 48 എന്ന് പറഞ്ഞാൽ 4 × 12 ആണ്. ഫൈൻ, മൾട്ടിപ്പിൾ ആണ്. 44 എന്ന് പറഞ്ഞാൽ 4 × 11 ആണ്, 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 40 എന്ന് പറഞ്ഞാൽ 4 × 10 ആണ്, അഗൈൻ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. ബട്ട് 42 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, 42 എന്തല്ല? 4ന്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ 42 ഒരിക്കലും എന്താവൂല? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ ആവൂല. ക്ലിയർ ആണോ? റെഡി അല്ലേ? കൺഫ്യൂഷൻ ആരും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, അത് നമ്മൾ അടുത്തേക്ക് പോവാണേ. ഇത് ഞാൻ വായിക്കാം. The first 2 words have a definite relationship. Choose one word out of the 4 alternatives which will fill in the blank space and show same relationship with third word as between the first two. Amaranthus is to wheat as Bodex is to. Amaranthus is to wheat. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഫിൽ ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അനാലജിയാണ്. ഡി ആണോ? വീഡിസൈഡ് എന്നാണ് ഉദ്ദേശിച്ചത്. ഡി ഫംഗിസൈഡ് അല്ലേ? നോക്ക്, ഇവിടെ അമരാന്തസ് എന്താണ്? ഒരു വീടാണ്. വീട് എന്ന് പറഞ്ഞാൽ കളയാണ് അല്ലെ? കൃഷിയുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്? വീട് എന്ന് പറയുന്നത്. എന്നാൽ ഈ ബോഡെക്സ് എന്ന് പറയുന്നത് ഫംഗിസൈഡ് ആണ്. അതായത് പ്ലാന്റ്സിനൊക്കെ ഫംഗൽ ഡിസീസുകൾ ഉണ്ടാകാം. ഓക്കെ, ആ ഫംഗൽ ഡിസീസുകളെ തടയുന്ന ഒന്നാണ് ആര്? ബോഡെക്സ് മിക്സ്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഫംഗിസൈഡ് ആണ്. ഓക്കെ, അപ്പൊ അമരാന്തസ് ഒരു വീടാണെങ്കിൽ ബോഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗിസൈഡ് ആണ്. ഫംഗൽ ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇത്, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വീഡിസൈഡ് അല്ല, സോറി, ഫംഗിസൈഡ് ആണ് കേട്ടോ. ആൻസർ ഫംഗിസൈഡ് ആണ്. റെഡി ആണല്ലോ? നെക്സ്റ്റ്, ഇതും അനലോഗി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Ecology is related to environment in the same way histology is related to. Histology. Tissues. Yes. നമ്മൾ ഇതിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കുറെ സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ? നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ സ്റ്റഡീസ് അല്ലെ? എന്തായാലും ഇവിടെ എക്കോളജി എന്ന് പറയുന്നത് എൻവയൺമെന്റൽ സ്റ്റഡീസ് ആണെങ്കിൽ ഹിസ്റ്റോളജി എന്താണ്? ടിഷ്യൂകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് സ്റ്റഡി ഓഫ് സെല്ല്, ടിഷ്യൂ, ഓർഗൻസ് തുടങ്ങിയിട്ടുള്ള
സംഗതികളുടെ സ്റ്റഡിയാണ് അല്ലേ. ടിഷ്യൂസ് പിന്നെ കമ്പൈൻ ചെയ്തിട്ട് സെല്ല് കമ്പൈൻ ചെയ്ത് ടിഷ്യൂസ് ഉണ്ടാവുന്നു, ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് ഓർഗൻ അല്ലേ, ഓർഗൻ സിസ്റ്റം ആ രൂപത്തിലാണ് വരുന്നത്. ഇനി വരെ പിന്നെ ഈ കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇങ്ങനെയുള്ള പല സ്റ്റഡീസും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അടുത്തത് പിന്നെ ഔട്ട് ഓഫ് ദ ഫോർ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദീസ് വേർഡ്സ്. ഡൽഹി, ആഗ്ര, മധുര. Option D. Suited on the back of D. ഒന്ന് ഡി ആണ് പറഞ്ഞത് അല്ലേ. വേറെ ആൻസേഴ്സ് ഉണ്ടോ? സി, they have religious background. ഡൽഹിക്കൊക്കെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഡി ആണ്. ആ ശരിക്കും ആൻസർ എന്താ അറിയോ, പിന്നെ ഈ 3 പ്ലേസുകളും ശരിക്കും യമുന നദിയുടെ തീരത്താണുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഡൽഹി ആയാലും ആഗ്ര ആയാലും മധുര ആയാലും പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ഈ ഭാഗങ്ങൾ സിറ്റുവേറ്റ് ചെയ്തത് യമുന റിവർ ബാങ്കിന്റെ അടുത്താണ്. അതാണ് അതിന്റെ ഒരു ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. ഞാൻ അടുത്തേക്ക് പോകുന്നേ. Find out the most suitable alternative which bears the same relationship to the third word as the first two bear. Newspaper is to press, cloth is to മില്ല്. കാരണം ടെക്സ്റ്റൈൽ ആവില്ല, ക്ലോത്ത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് നടത്തണം മില്ലില്. ഇവിടെ ന്യൂസ് പേപ്പർ പിന്നെ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ന്യൂസ് പേപ്പർ ഈസ് ടു പേപ്പർ, ക്ലോത്ത് ഈസ് ടു എന്താ വരിക? ഫൈബർ അല്ലേ. അവിടെ റോ മെറ്റീരിയൽ ആണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അത് എവിടുന്നാണോ അതിന്റെ സ്റ്റാർട്ടിങ് ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി അല്ലേ. ന്യൂസ് പേപ്പർ ഒരു പ്രസ്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ പ്രിന്റ് ചെയ്യുന്നത്, അതേസമയം ക്ലോത്ത് മാനുഫാക്ചർ ചെയ്യുന്നത് ഒരു മില്ലിൽ നിന്നാണ് എന്നുള്ളതാണ് ഐഡിയ. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, കിട്ടുന്നതാണ്. ഓക്കെ, ഔട്ട് ഓഫ് ദ 4 words given 3 are alike in some manner and the 4th is different. Choose the odd one. Option D. കാരണം പറയുള്ളൂ കേട്ടോ. ഡി എന്ന് എല്ലാവരും അതെ. D. റീസൺ എന്താ പറഞ്ഞോളൂ. എന്താണ് റീസൺ? പിന്നെ മലേറിയ, പ്ലാഗ്, ഡെങ്കു ഇതൊക്കെ എന്താണ്, പിന്നെ വെക്റ്റർ ബോൺ ആണ്. വെക്റ്റർ ബോൺ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ജീവിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന് ഒരാളുണ്ടാവും, ഒരു പിന്നെ ഈ ഡിസീസിന്റെ പിന്നെ മൈക്രോ ഓർഗാനിസത്തെ അല്ലെങ്കിൽ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തെ കൊണ്ട് നടക്കുന്ന ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പിന്നെ വെക്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ ടെറ്റനസ് അങ്ങനെയല്ല. ഓക്കെ, നമ്മൾ TT ഒക്കെ എടുക്കുന്നത് ശരിക്കും ടെറ്റനസിന് എതിരാണ്. ടെറ്റനസിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്നതാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അടുത്തേക്ക് പോവാലോ അല്ലെ. നെക്സ്റ്റ്, ഡയമണ്ട്, സഫയർ, റൂബി. Option C. സിമ്പിൾ ആണല്ലോ അല്ലെ. എമറാൾഡും പിന്നെ ഡയമണ്ടും സഫയറും റൂബിയൊക്കെ ജെമ്മാണ്. അതേസമയം ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ഒക്കെ മെറ്റൽസ് ആണ്. ഓക്കെ, അടുത്തത് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കാഫ്, കിഡ്, പപ്പ്. Option C. സി ആണോ? സി ആണോ പറഞ്ഞത്? C. നോക്കേ, ഇവിടെ കാഫ്, കിഡ്, പപ്പ് എന്നല്ലേ കൊടുത്തത്.
കാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൗവിന്റെ യങ് വണ്ണിനാണ് നമ്മൾ പറയാ അല്ലെ. കിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗോട്ടിൻ്റെതാണ്. പിന്നെ ഒരു ഡോഗിന്റെ യങ് വണ്ണിനാണ് നമ്മൾ എന്ത് പറയാ? പപ്പ് എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ പറയാ? ഇനി ആലോചിച്ച് പറയും. അപ്പൊ എന്താ വരിക? ഒരു ഇൻസെക്റ്റിന്റെ യങ് വണ്ണായിരിക്കും ലാർവ. ഓക്കെ. അപ്പൊ ഇൻഫാന്റ് എന്നുള്ളതോ? ഇൻഫാന്റ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടി നിക്കല്ലേ? ചെറിയ കുട്ടിയല്ലേ? അപ്പൊ മനുഷ്യന്റെ യങ് വൺ ഓഫ് ഹ്യൂമൻ ബീങ് എന്താണ് ശരിക്ക്? ഇൻഫാന്റ് അല്ലേ? അതേസമയം നമ്മൾ ആ ഐഡിയ യൂസ് ചെയ്യാൻ പറ്റാത്തത് എന്താ? ലാർവ എന്ന് പറയുന്നത് ഒരു പിന്നെ യങ് വൺ ആണെന്ന് പറയാൻ പറ്റൂല. അതിന് ചെറിയ രൂപത്തിലുള്ള ചേഞ്ചസ്, മെറ്റാമോർഫിസം എന്നല്ല ഇതിന് പറയാ, നിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ചേഞ്ച് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് പിന്നീട് മറ്റൊരു ജീവിയായി മാറുന്നത് അല്ലേ? അപ്പൊ അതിന്റെ യങ് വൺ ആണ് എന്ന് പെർഫെക്റ്റ്ലി നമുക്ക് ഇൻസെക്റ്റിന്റെ യങ് വൺ ആണ് ലാർവ എന്ന് പറയാൻ പറ്റൂല പെർഫെക്റ്റ്ലി. ഓക്കെ, അവിടെ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് യങ് വൺ ഓഫ് ഹ്യൂമൻ ബീങ് ആണ് ഇൻഫാന്റ്. അപ്പൊ ഇൻഫാന്റ് ആണ് ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടോ അതില്? നോട്ട് തന്നപ്പോ ഇൻസെക്റ്റിന്റെ യങ് വണ്ണ് ലാർവ എന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ ഒന്നുകൂടി ഉണ്ട്. ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഒന്നുകൂടി പെർഫെക്റ്റ് ആണ് എന്നുള്ളതുകൊണ്ട് അതാണ്. കാരണം ഈ ലാർവ എന്ന് പറയുന്നത് ബട്ടർഫ്ലൈക്ക് ഉണ്ടാവും, ഹൗസ് ഫ്ലൈക്ക് ഉണ്ടാവും, ഫ്രോഗിന് ഉണ്ടാവും, പിന്നെ മോസ്കിറ്റോസിനൊക്കെ ലാർവയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഒന്നിന്റെ പെർഫെക്റ്റ് യങ് വൺ ആണ് എന്ന് പറയാൻ. ഇൻസെക്ട്സിന്റെ ഓക്കെ. സോ ഒരു സംഗതിയുടെ പെർഫെക്റ്റ്, ഇവിടെ കൗവ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും, ഗോട്ട് കാണാൻ കഴിയും, ഡോഗ് കാണാൻ കഴിയും. ഇൻസെക്ട് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഒരു ഓർഗാനിസം അല്ലല്ലോ, ഒന്നിൽ കൂടുതൽ ഓർഗാനിസങ്ങളല്ലേ. അപ്പം ഇവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയാം ഇൻഫാന്റ് ആണ്. ഓക്കെ, സർ പ്യൂപ്പ അല്ലല്ലോ? ഓക്കെ, അല്ല, പ്യൂപ്പല്ല. ശരിക്കും ഇനി ഞാൻ പറഞ്ഞല്ലോ, മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന ഒരു പിന്നെ ബയോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ വഴിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ലാർവ ഇൻസെക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ചില അംഫീബിയൻ ആയിട്ടും ഒക്കെ മാറുന്നത്. ആംഫീബിയൻസിനും ചില ഇപ്പൊ ഫ്രോഗ് തന്നെ ഒരു ആംഫീബിയൻ ആണല്ലോ. അപ്പോൾ പിന്നെ വെള്ളത്തിലും അവിടെയും പിന്നെ കരയിലൊക്കെ ജീവിക്കുന്ന ജീവിയാണ്, അതിനും ലാർവയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റൂല. ഓക്കെ, അടുത്തത്. Choose the option which has the same relation as the given pair. Rain, drizzle. ഡി ആണോ? Run, jog. D. B ആണോ? ബിയോ ഡിയോ? D. ഓക്കെ. ഡ്രിസിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് എന്ന് പറയോ ആരെങ്കിലും? ഡി ആവാനുള്ള കാരണം ക്ലിയർ ആയില്ല. റെയിനിന്റെ ഒരു സ്ലോ ആണ് ഡ്രിസിൽ പറയുന്നത്, അതേപോലെ റണ്ണിന്റെ ഒരു സ്ലോ ആണ് ജോഗ്. ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ റെയിനും ഡ്രിസിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റെയിൻ പറഞ്ഞാൽ നന്നായിട്ട് മഴയാണ്, ഡ്രിസിൽ പറഞ്ഞാൽ തുള്ളി ഇറ്റുകയാണ്, ചെറുങ്ങനെ മഴ ഇങ്ങനെ പാറ്റുകയാണ്. അതേസമയം പിന്നെ റൺ എന്ന് പറഞ്ഞാൽ ജോഗ് ഒരു സ്ലോ വേർഷൻ ആണ് റണ്ണിന്റെ. ഓക്കെ, അവർ പിന്നെ അനലോഗിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഹാസ് ദ സെയിം റിലേഷൻഷിപ്പ് ആസ് ദ ഗിവൺ പെയർ. എല്ലാവർക്കും അറിയണം സാധ്യത ഇല്ല, ഇത് നമ്മൾ അങ്ങനെ അറിഞ്ഞാൽ തന്നെ ഒരു പക്ഷെ കിട്ടുള്ളൂ. ആൻസർ എന്താ പറയുക? സി ആണ് വരിക. ഓക്കെ, സാമീസ് ഈസ് എ കൈൻഡ് ഓഫ് കാറ്റ്. ഒരു കാറ്റിന്റെ ഒരു വർഗ്ഗമാണ് ഈ സാമീസ് എന്ന് പറയുന്നത്. ഇതുപോലെ റൊമൈൻ എന്ന് പറയുന്നത് പിന്നെ ലെക്ചയുടെ മറ്റൊരു പിന്നെ എന്താ പറയാ, അതിൻ്റെ ഒരു ടൈപ്പാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ?
അടുത്തേക്ക് പോട്ടെ? ഇല്ല. ഓക്കെ, നമ്മളെ ബ്രോങ്കോളിയൊക്കെ പോലത്തെ ഒരു പിന്നെ സംഗതിയാണ് കേട്ടോ. പച്ചടി ചീര എന്നൊക്കെ അതിന് പറയും തോന്നുന്നു മലയാളത്തിൽ, ഓരോ ഭാഗത്ത് വ്യത്യസ്തമായിരിക്കും. ഏതായാലും നെക്സ്റ്റ്, വാട്ട് ഈസ് ദ നെസസറി പാർട്ട് ഓഫ് ദ അണ്ടർലൈൻ വേർഡ് ബുക്ക്? ഇതിന്റെ നെസസറി പാർട്ട് ഏതാണ്? ഓപ്ഷൻ ബി. Pages. പേജസ് അല്ലേ? ഓക്കെ, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു ബുക്ക് പേജുകളുടെ ഒരു കൂട്ടമാണ് ഒരു ബുക്ക്. അവിടെ ഫിക്ഷൻ വേണമെന്ന് നിർബന്ധമില്ല, പിക്ചേഴ്സ് വേണമെന്ന് നിർബന്ധമില്ല, ലേണിംഗ് വേണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പേജുകൾ ഉണ്ടെങ്കിൽ ആ പേജുകൾ കൂടിയാലേ ബുക്കായി മാറുള്ളൂ. അപ്പൊ നെസസറി പാർട്ട് ഏതാണ്? ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2024-25 ഈ ഒരു ഭയങ്കരമായ അനലോഗി ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിന്റെ മുമ്പ് വരെ അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അനലോഗി മാത്രം ചോദിക്കണമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ വേണം പഠിച്ചു പോകാൻ. നെക്സ്റ്റ്, വാട്ട് കംസ് നെക്സ്റ്റ്? ZA5, Y4B, XC6, W3D. പറയാലോ? Option D. ഓപ്ഷൻ ബി ആയിരുന്നു. ഓപ്ഷൻ ഡി. C. ചെയ്ത് നോക്കുക. മനസ്സിലാവാത്തവരൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ ചോദിക്കണേ ഇനി അടുത്തത് എന്ത് വരും എന്നുള്ളതല്ലേ. അപ്പോൾ ഞാൻ നാളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നമ്മൾ പിന്നെ കോഡിങ്, ഡീകോഡിങ്, അതുപോലെ സീരീസ് കംപ്ലീഷന്, അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള 1-2 ടോപ്പിക്കിന് നമുക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ആൽഫബറ്റ്. സ്വാഭാവികമായിട്ട് ABCDEFG എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ സമയവും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറേ സമയം നമുക്ക് നഷ്ടമാവും. അപ്പൊ ആദ്യം തന്നെ ആൻസർ ഷീറ്റോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറോ കിട്ടുന്ന സമയത്ത് തന്നെ അവിടെ എവിടെയെങ്കിലും ആൽഫബറ്റിക് കംപ്ലീറ്റ് എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് EJ OTY ഒന്ന് നോട്ട് ചെയ്തും വെക്കുക. നമ്പേഴ്സ് എഴുതണം എന്ന് നിർബന്ധമില്ല. ഏതായാലും അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അസസ് ചെയ്യാൻ കഴിയും. അപ്പൊ നോക്ക്, ZA5 ആണ്. ഓക്കെ, ZA5. പിന്നെന്താ വന്ന്? Y4B. ഓക്കെ, നെക്സ്റ്റോ XC6. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ എന്ത് ചേഞ്ച് ഉണ്ടായത്? പറയൂ. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഇവിടെ ZA5, ഓക്കെ, Y4B, പിന്നെ നോക്ക് XC6. ഓക്കെ, അടുത്തത് എന്ത് വന്നു? W. ഓക്കെ, ഇവിടെ 4 ആയിരുന്നു, അത് 3 ആയി മാറി. ഓക്കെ, 5, 4, പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? 3 ആവുന്നു. ഇവിടെ 6 ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുത്തെ 5 ഇവിടെ എത്തിയപ്പോൾ 6 ആയി. ഇവിടെ 4 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ എന്തായി? 3 ആയി മാറി. അപ്പോൾ W3D. ഓക്കെ, ഡൺ. ഇനി അടുത്തത് ആരാ വരിക? B. പക്ഷേ ആ B വരുന്ന മൈക്കൊന്നും ഓഫ് ചെയ്യണേ. V വരുന്ന സമയത്ത് ഇതാ ആദ്യം വന്ന പോലെ തന്നെ അതിന്റെ താഴെ നമ്പറുകൾ ഉണ്ടാവില്ല. അടുത്തത് V കഴിഞ്ഞിട്ട് E ആണ് വരേണ്ടത് അല്ലേ? ഇപ്പോൾ ഇവിടെ 6 ആണ് വന്നത്. ഓക്കെ, 5 എന്തായി? 6 ആയി മാറി. അപ്പൊ അടുത്ത എന്തായി മാറും? VE7. ക്ലിയർ ആണോ? Yes. ഇനി ഞാൻ ഒന്നും കൂടി ചോദിക്കുന്നു, അടുത്തത് എന്ത് വരും? സപ്പോസ് അടുത്തത് എന്താ വരിക? ആരെങ്കിലും ഒരാൾ പറയും. U2, പിന്നെ F. ക്ലിയർ അല്ലേ? ഞാൻ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ?
ഇല്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. Statement 1, Statement 2. The employees of the biggest bank in the country have given an indefinite strike call starting from 3rd of next month. Second statement, the employees of the central government have withdrawn their week-long demonstrations. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇത് ശരിക്ക് സിലോഗിസം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്, ലോജിക്കൽ റീസണിങ് എന്നൊക്കെ പറയാൻ പറ്റും. ശരിക്ക് പിന്നെ നിങ്ങൾ ഫിലോസഫിയിലൊക്കെ പറയുന്ന സംഗതിയും കൂടിയാണ് ഇത്. സ്റ്റേറ്റ്മെന്റ് 1ഉം നമ്മൾ ആൻസർ അല്ല കേട്ടോ, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം ട്രൂ ആണെങ്കിൽ, ഓക്കെ, ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ എന്തായാലും ട്രൂ ആയിരിക്കണം എന്നുള്ളത് ഫിലോസഫിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ ലോജിക്കലി നമ്മൾ സാധാരണ ഏതൊരു കാര്യം നമ്മൾ സയൻസ് വെച്ച് പ്രൂവ് ചെയ്യാൻ കഴിയണം എന്നില്ലല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ഫിലോസഫി, സയന്റിഫിക് ട്രൂത്ത് പോലും ഫിലോസഫി വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫിലോസഫിയിൽ ഒരു ഐഡിയയാണ്, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആയാൽ, അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2ഉം ട്രൂ ആയാൽ കൺക്ലൂഷൻ ഡെഫിനറ്റ്ലി എന്താ ആവണം, ട്രൂ ആവണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ പിന്നെ സിലോഗിസത്തിന്റെ ഒരു ഐഡിയയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് വളരെ സിമ്പിളാണ്, ഇതിൽ കുറെ ആലോചിക്കാനൊന്നുമില്ല, കാരണം സ്റ്റേറ്റ്മെന്റുകൾ വളരെ പിന്നെ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ വളരെ ക്ലിയർ ആണ്. നോക്ക്, ദ എംപ്ലോയീസ് ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബാങ്ക് ഇൻ ദ കൺട്രി, ഓക്കെ, ഒരു വലിയ ബാങ്കിലുള്ള എംപ്ലോയികൾ ഈ രാജ്യത്തുള്ള, ഹാവ് ഗിവൺ എ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് കോളിംഗ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ 3rd of next month. അടുത്ത മാസം 3 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്ട്രൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദ എംപ്ലോയീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് വിഡ്രോൺ ദെയർ വീക്ക് ലോങ് ഡെമോൺസ്ട്രേഷൻ. പിന്നെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അവരുടെ വീക്ക് ലോങ് ഡെമോൺസ്ട്രേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്, അവസാനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്കിലും തരത്തിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കണക്റ്റഡ് ആണോ? ദ എംപ്ലോയീസ് ഓഫ് ബിഗ്ഗസ്റ്റ് ബാങ്ക് ആണ്? അല്ല, അല്ല. ഇത് എംപ്ലോയീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്ക്, ഒന്നാമത്തെ ഓപ്ഷൻ തന്നത് സ്റ്റേറ്റ്മെന്റ് 1 is the cause and statement 2 is its effect. സ്റ്റേറ്റ്മെന്റ് 1 ഒരു കാരണമാണ്. ഓക്കെ, ആ കാരണത്തിന്റെ എഫക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 2. ശരിയാണോ? അല്ല. അല്ല. ഓക്കെ അല്ലേ? സ്റ്റേറ്റ്മെന്റ് 1 ഒരു കോസ് ആണ്, അല്ല. സ്റ്റേറ്റ്മെന്റ് 2 ഒരു കോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എഫക്റ്റ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കോസും അല്ല, പിന്നെ ഈ കോസിന്റെ എഫക്റ്റ് അല്ലത്, അല്ലെങ്കിൽ ഈ എഫക്റ്റിന്റെ കോസും അല്ല, രണ്ടും തമ്മിൽ കണക്റ്റഡ് അല്ല. അപ്പൊ ഈ പിന്നെ ഓപ്ഷൻ 1 തെറ്റാണ്. രണ്ടാമത്തെ നോക്ക്, സ്റ്റേറ്റ്മെന്റ് 2 is the cause and statement 1 is its effect. ഞാൻ പറഞ്ഞു ഇത് രണ്ട് ഇൻഡിപെൻഡന്റ് കോസ് പിന്നെ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഇത് ഇതിന്റെ കോസും അല്ല, ഇത് ഇതിന്റെ എഫക്റ്റും അല്ല. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, കാര്യവും കാരണം എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻഡിപെൻഡന്റ് കോസസ്. സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം വെവ്വേറെ കോസുകളാണ്. കാരണങ്ങളാണോ? ആണോ? എഫക്റ്റ് അല്ലേ? എഫക്റ്റ് ആയിരിക്കും. എഫക്റ്റ്. അതെ, എഫക്റ്റ് ആണ്. പക്ഷെ ഞാൻ ചോദിക്കുക, പിന്നെ ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് കോസുകളാണോ, കാരണങ്ങളാണോ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അല്ലല്ലോ, ആണോ? അല്ല. ഞാൻ പറഞ്ഞു, മൈ ടൂത്ത് ഈസ് ബ്രോക്കൺ. ഇതൊരു കാരണമാണോ അല്ലെങ്കിൽ എഫക്റ്റ് ആണോ? മൈ ടൂത്ത് ഈസ് ബ്രോക്കൺ ഇതൊരു എഫക്റ്റ് അല്ലേ? ഇതിനൊരു കാരണം ഉണ്ടാവും. കാരണം എന്താണ്? ഐ എയ്റ്റ് എ സ്റ്റോൺ.
ചിലപ്പോൾ ഞാൻ ഒരു കല്ല് കഴിച്ചു, ഒരു കല്ല് തിന്ന സമയത്ത് എൻ്റെ ടൂത്ത് ബ്രോക്ക് ചെയ്തു. അപ്പൊ ഇതൊരു എഫക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇതൊരു എഫക്റ്റ് ആണ്, ഇതൊരു കോസ് ആണ്, ഇത് എഫക്റ്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ടും നോക്ക്, ഈ രണ്ട് എംപ്ലോയിമാരും എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു പിന്നെ സ്ട്രൈക്കിന്, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു എംപ്ലോയി സ്ട്രൈക്ക് കോൾ ചെയ്യാണ്, ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്താണ്, ഒരു വീക്ക് ലോങ് ഡെമോൺസ്ട്രേഷൻ വിത്ഡ്രോ ചെയ്യാണ്. അപ്പൊ ഇത് രണ്ടും എഫക്റ്റുകളാണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ എഫക്ട്സ് ഓഫ് ഇൻഡിപെൻഡന്റ് കോസുകൾ. ഏതോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് കോസുകളുടെ രണ്ട് എഫക്റ്റുകളാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയും. എനിവൺ എൽസ്? ഇല്ല. ഓക്കെ. ശരിക്കേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോജിക്കൽ റീസണിലെ സിലോഗിസത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ നമുക്ക് ഫിലോസഫിയുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലരെങ്കിലും അറിയായിരിക്കും. പിന്നെ നമുക്ക് ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റ് ഫിലോസഫിയിൽ ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ കേട്ടോ. ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ കഴിയും, അതുപോലെ യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ കഴിയും, നെഗേഷൻ നോട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ കഴിയും. പിന്നെ ഓക്കെ, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ കഴിയും. ഈ സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് തന്നെ പല ലോസും നമ്മൾ ഇപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മാറ്റർ വേൾഡ്, മെറ്റീരിയൽ വേൾഡിലെ സാധനങ്ങൾ പ്രൂവ് ചെയ്യാൻ മാത്രമേ നമുക്ക് സയൻസിന് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ സയൻസിന്റെ തന്നെ ചില ബേസിക് രണ്ട് ഡിഡക്റ്റീവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സയൻസ് ഒക്കെ പഠിച്ചവർ ഫസ്റ്റ് സെമ്മിലൊക്കെ ഒരു ബുക്ക് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടാവും, മെത്തഡോളജി ഓഫ് സയൻസ്. എനിക്കറിയില്ല, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഡക്റ്റീവ് റീസണിങ്ങും ഡിഡക്റ്റീവ് റീസണിങ്ങും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഡിഡക്റ്റീവിലാണ് ശരിക്കും ഈ ലോജിക്കൽ പിന്നെ കാര്യങ്ങളൊക്കെ വരുന്നത്, ഫിലോസഫിയുടെ ഒരു ബേസിൽ നിന്ന്. അപ്പൊ അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചത്. നമ്മൾ അതൊന്നും അറിയണമെന്നില്ല, പക്ഷേ സ്റ്റേറ്റ്മെന്റ് വരും, ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ കൺക്ലൂഷനിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്, ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതായാലും അടുത്തേക്ക് പോട്ടെ. Yes. ഓക്കെ, സിലോഗിസം നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, വേഗം കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു സംഗതിയും കൂടെയാണ്. ഓക്കെ, അടുത്തത്, ഇഫ് L into M is 12 into 13, U into W is, സിമ്പിൾ ആണ്, പെട്ടെന്ന് പറയാൻ പറ്റും. 21 into 23. ആ ഓക്കെ, ഞാൻ വല്ല എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. L into M, ഇതാ L into M 12 into 13 അല്ലേ, 12 into 13, അവരുടെ ന്യൂമറിക്കൽ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. സോ U into W, ഇതാ U into W 21 into പിന്നെ 23, 21 into 23. ക്ലിയർ അല്ലേ? Yes. അടുത്തേക്ക് പോകാലോ അല്ലേ. 68ാമത്തെ ചോദ്യം, ഇൻ എ certain code page is written as something, rocket is written as something, how is heavenly written in that code? ചെയ്തു നോക്ക്. D ആണോ? ഡി ആണോ പറഞ്ഞത്? ആ, D. D ആണോ? നമുക്ക് നോക്കാം. ഈ പേജിന് എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ഈ കോഡ് നോക്ക്, ക്ലിയർ ആവാത്തവരൊന്ന് നോക്ക്. ഈ പേജിന് ഇവിടെ എന്താ സംഭവിച്ചത്? ഈ പീനെ അങ്ങോട്ട് കൊണ്ടുവന്നു, ഈ പിന്നെ എ ജിന് എന്ത് ചെയ്തു, ജി എ ആക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. ജി എ നമുക്ക് ജി എ എന്നായി ഇങ്ങോട്ട് മാറ്റി, ഈ ഇ പി ഇങ്ങോട്ട് വന്നു അല്ലേ. റോക്കറ്റിന് എന്താ സംഭവിച്ചത്? റോക്കറ്റിന് എന്താ സംഭവിച്ചത്? പറയ്. ROCKET അല്ലേ? പറയായോ?
വോയിസ് ക്ലിയർ അല്ല. റോക്കറ്റിലെ സീറ്റ് അല്ലേ സെന്ററില്, അത് ഫസ്റ്റിലേക്ക് കൊടുത്ത് KC ആക്കിയിട്ട്. എന്നിട്ട് ഫസ്റ്റും ലാസ്റ്റും ഉള്ള ലെറ്റേഴ്സ് ഇന്റർചേഞ്ച് ചെയ്തിട്ട് അടുത്തായിട്ട് കൊടുത്ത് TR. ഓക്കെ ഓക്കെ എന്നാ പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹെവൻലിനെ എങ്ങനെയാണ് നമ്മൾ D ആയിട്ട് കോഡ് ചെയ്യുന്നത്? ആർക്കും പറയാം കേട്ടോ. ആൻസർ D ആണ്. എങ്ങനെയാണ് നമ്മൾ ഹെവൻലിനെ D ആയിട്ട് കോഡ് ചെയ്യുന്നത്? ആദ്യം സെന്ററിലുള്ള VE EV ആക്കി കൊടുക്കാം. ഓക്കെ പിന്നെ ലാസ്റ്റുള്ള H-ഉം Y-യും YH ആക്കി കൊടുക്കാം. ഓക്കെ ഡൺ. പിന്നെ അടുത്ത E-യും L-ഉം LE ആക്കി കൊടുക്കാം. EL-ഉം LE ആക്കി കൊടുക്കാം. പിന്നെ NA ആക്കി കൊടുക്കാം. സാർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നുന്നു. യെസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നോക്കുക കേട്ടോ. പിന്നെ പക്ഷേ സർ ഒരു സെക്കൻഡ്, അതിൽ വേറൊരു കാര്യം വരുന്നുണ്ട്. ഓപ്ഷൻ ഡി ലാസ്റ്റ് NALE എന്നാണ്. ഓർഡർ വെച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ LENA എന്നാണ് വരേണ്ടത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞോ അറിയില്ല. ഇതിൽ നമ്മൾ ഈ ഓപ്ഷനുകളൊക്കെ നോക്കുമ്പോൾ, ഓക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല അന്നത്തെ ക്ലാസ്സിൽ, ഈ ഓപ്ഷനുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നത്. ഈ ആൻസർ പെർഫെക്റ്റ് അല്ല ശരിക്ക്. ഓക്കെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഇത് കംപ്ലീറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ 3 ഓപ്ഷനും വെച്ച് നോക്കുമ്പോൾ കറക്റ്റായി വരുന്നത് ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ഓപ്ഷന് പിന്നെ D ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ക്ലിയർ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യും. ഇല്ല. അടുത്തേക്ക് പോട്ടെ? ഓക്കെ എന്താ നമ്മൾ ചെയ്തത്? സെൻറ്ററിലേക്ക് ആദ്യം ചേഞ്ച് ചെയ്തു, പിന്നെ സൈഡിലത്തെ ചേഞ്ച് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ചെയ്തിട്ടുള്ളത്. ഓക്കെ അപ്പോൾ അടുത്തേക്ക് പോകാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് 2, 7, 17, 32, 52, 77. ഓക്കെ ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ നോക്കാം. അങ്ങനെ വരാൻ കാരണം ഓപ്ഷൻ ഡിഫറൻസ് ഓക്കെ നമ്മളവിടെ ഇതിലെ നെക്സ്റ്റ് ടേം കാണാനല്ലേ പറഞ്ഞത്. 2 7 ആയി. എപ്പോ 2 എപ്പോഴാണ് 7 ആയത്? എയും 2ഉം തമ്മിലുള്ള ഗ്യാപ്പ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5. ഇനി 17ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 10 അല്ലേ വരുന്നത്. ഇനി 32ഉം 17ഉം തമ്മിലുള്ള പിന്നെ ഗ്യാപ്പ് 15 ആണ്. ക്ലിയർ ആണോ? 5 കൂട്ടി 10 കൂട്ടി 15 കൂട്ടി. ഇനി അടുത്ത് എന്താ കൂട്ടേണ്ടി വരിക? 20. ക്ലിയർ അല്ലേ? 32 52 എപ്പോഴാ? 32 + 20. അപ്പൊ ഇനി അടുത്ത് എത്ര ആഡ് ചെയ്യണം നമ്മൾ? 25 അല്ലേ? ഓക്കെ അപ്പോൾ 77 ആയി. ഇനി അടുത്ത് കിട്ടാൻ നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടി വരിക? 30. സോ ആൻസർ വിൽ ബി 107. ക്ലിയർ? കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നുണ്ട്. 20th, in the following question 3 out of the 4 alternatives are same in a certain way and so form a group. Find the odd one that doesn't belong to the group. Carpenter, goldsmith, blacksmith, driver.
Driver. Driver. യെസ്, റെഡിയാണ്. എന്റെ എക്സ്പ്ലനേഷൻ എന്താ? എക്സ്പ്ലനേഷൻ പറഞ്ഞോളൂ ആരെങ്കിലും. കാർപ്പന്റർ, ഗോൾഡ് സ്മിത്ത്, അതൊക്കെ ബ്ലാക്ക് സ്മിത്ത്. ഡ്രൈവർ അല്ലാത്തതൊക്കെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉണ്ടാക്കുകയാണ്. അതെ അല്ലെ, ഒരു കൈത്തൊഴിലായിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. കാർപ്പന്റർ ആയാലും പിന്നെ ഗോൾഡ് സ്മിത്ത് ആയാലും ഒരു കൊല്ലനായാലും ബ്ലാക്ക് സ്മിത്ത് ആയാലും ഒക്കെ അവര് പിന്നെ ഡയറക്റ്റ് ആണ് ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഡ്രൈവർ അങ്ങനെയല്ല അല്ലെ. അടുത്ത്, ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ 4 പെയർ ഓഫ് ദ വേർഡ് ആർ ഗിവൺ. ഓക്കെ, ഓഡ് പെയർ കാണാനാ പറഞ്ഞത്. ഓപ്ഷൻ സി ആണ്. Chair, sofa. ചെയർ, സോഫ. ബാക്കി തമ്മിലുള്ള റിലേഷൻ എന്താ? ട്രീ, സ്റ്റെം അല്ലേ. ഫേസ്, ഐ. ട്രീയിലുള്ള ഒരു ഭാഗമാണ് സ്റ്റെം, ഫേസിലുള്ള ഒന്നാണ് ഐ, പ്ലാന്റിലുള്ള ഒന്നാണ് ഫ്ലവർ. എന്നാൽ ചെയറിലുള്ള ഒന്നല്ല സോഫ അല്ലേ. സോ ചെയർ, സോഫ. ക്ലിയർ അല്ലേ? Yes. 72. Which letter in the word Washington is the same number in the word as it is in the alphabet? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടോ? Yes. ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വിച്ച് ലെറ്റർ ഇൻ ദ വേർഡ്, ഈ തന്ന പിന്നെ വേർഡ് ഉണ്ടല്ലോ, ഈ വേർഡിൽ ഏത് ലെറ്ററിനാണ് ഇസ് ദ സെയിം നമ്പർ ഇൻ ദ വേർഡ് കൗണ്ടിങ് ഫ്രം ദ ബിഗിനിങ് ആസ് ഇറ്റ് ഈസ് ഇൻ ദ ആൽഫബറ്റ്. ആൽഫബറ്റിക് ഓർഡറിൽ അതേപോലെ ഇതിൽ നിൽക്കുക ഈ ഒരു പിന്നെ വേർഡ്, ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്ററിന് ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറും അതിന്റെ ആൽഫബറ്റിക് നമ്പറും ഒന്നാണ്. അങ്ങനെയുള്ള നമ്പർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സോറി, നോക്ക്. G7 എന്നുള്ളത്. അതെ, ഓക്കെ. നോക്ക്, ഇവിടെ ഞാൻ കൗണ്ട് ചെയ്യുന്നു 1 2 3 4 5 6 7. ഓക്കെ, ജീൻ്റെത് 7. ആൽഫബറ്റിക് ഓർഡറിലും ആ ലെറ്ററിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാ? 7 തന്നെയാണ്, പൊസിഷൻ 7 തന്നെയാണ്. ഇതാണ് ചോദിച്ചത്. ക്ലിയർ അല്ലേ? നമുക്ക് 73ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Which number from the given option can replace the question mark in the box given below? ഈ ചോദ്യം ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടെ ഞാൻ തരാം. അത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ശേഷമുള്ളതും അതുപോലത്തെ ചോദ്യമാണ്. ഇത് നോട്ട് ചെയ്തോ? ഇത് ചെയ്ത് നോക്കിയിട്ട് പറയട്ടോ, അല്ലെങ്കിൽ ആൻസർ ചെയ്തോ? സർ, ഞാൻ ആൻസർ ചെയ്ത് നോക്കട്ടെ. 16 4ന്റെ സ്ക്വയർ ആണ്, 36 6ന്റെ സ്ക്വയർ ആണ്. സോ 6ഉം 4ഉം ആഡ് ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. അതുപോലെ 25 5ന്റെ സ്ക്വയർ ആണ്, 64 8ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 5ഉം 8ഉം ആഡ് ചെയ്താൽ 13 കിട്ടും. 9 3ന്റെ സ്ക്വയർ, 81 9ന്റെ സ്ക്വയർ. അപ്പൊ 9ഉം 3ഉം ആഡ് ചെയ്താൽ 12 കിട്ടും. വെരി ഗുഡ്. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത്ര പെട്ടെന്നൊന്നും ഇത് കിട്ടണം എന്നില്ല കേട്ടോ. നോക്ക്, മനസ്സിലാകാത്തവരുണ്ടാവും, അവരൊന്ന് ശ്രദ്ധിക്കാം. 16, കാരണം എന്താ പറയുക, ഞാൻ ആദ്യം ഇങ്ങനെ നോക്കുക, ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ഇവിടെ നോക്കിയാൽ കുറച്ചൊരു ഐഡിയ ഉള്ളവർക്ക് കിട്ടും. പിന്നെ ഇത് പിന്നെ 4 സ്ക്വയർ ആണ്, ഇത് 6 സ്ക്വയർ ആണ്. പക്ഷെ ഇതിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതും പെട്ടെന്ന് കിട്ടും 5 സ്ക്വയർ, ഇത് 8 സ്ക്വയർ ആണ്, 3 സ്ക്വയർ ആണ്, 9 സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയൂല. ഈ 10 അവിടുന്ന് വന്ന് പെട്ടെന്ന് കിട്ടൂല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് 4ന്റെ സ്ക്വയർ 16, 6ന്റെ സ്ക്വയർ 36. ഓക്കെ, 4 + 6 എത്രയാ? 10. ഓക്കെ ആണല്ലോ. 5 സ്ക്വയർ 25. ഫൈൻ. 8 സ്ക്വയർ 64. 5 + 8 13. ഓക്കെ,
അപ്പൊ അതേ ഐഡിയ ആണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ, സോ 3. 81 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ, സോ 3 + 9 = 12. സോ ആൻസർ ഈസ് 12. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. റെഡി അല്ലേ? ഓക്കെ, അടുത്തേക്ക് പോകുന്നുണ്ട്. ലാസ്റ്റ് 2 ചോദ്യമാണ്. ഓക്കെ, ഇതും അങ്ങനത്തെ ഒരു ചോദ്യമാണ്. വിച്ച് നമ്പർ ഫ്രം ദ ഗിവൺ ബിലോ റീപ്ലേസസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? എങ്ങനെ? ഓക്കെ ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലിയർ ആകാത്തവർ ഒന്നുകൂടി ശ്രദ്ധിക്കാം. 16, 36, 10, 25, 64, 13, 9, 81 ക്വസ്റ്റ്യൻ മാർക്ക്. ഈ 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ പറഞ്ഞാൽ അറിയാലോ, 4 × 4. 36 പറഞ്ഞാൽ 6 × 6, 6 സ്ക്വയർ. പക്ഷെ ഇവിടെ നമുക്ക് തന്നത് എന്താ? 10 എന്നാണ്. അപ്പോൾ 4 + 6 10 ആണ്. സോ ഒന്നാമത്തെ ഒരു റിലേഷൻ നമ്മൾ ഉണ്ടാക്കി. ഇനി ഇവിടെ 5 സ്ക്വയർ 25, 8 × 8 64. നോക്ക്, നമ്മളിവിടെ എന്താ ചെയ്തത്? സ്ക്വയർ അല്ല ആഡ് ചെയ്തത്, 4 + 6. അപ്പോൾ 5 + 8, 5 + 8 13. അപ്പോൾ ആ റിലേഷൻ ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. സോ അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. 81 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ ആണ്. സോ 3 + 9 12. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ. കിട്ടിയവരുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സി അല്ലേ? 18 ആണോ? എന്തുകൊണ്ടാ? 25 + 15 14. 40 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. അതേപോലെ 45 + 15 16 ആണ്. 16 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോ 65 + 25 90/5 ചെയ്യുമ്പോൾ 18 കിട്ടും. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും കിട്ടിയതുണ്ടോ ഓൾറെഡി? ഓക്കെ, ക്ലിയർ. മനസ്സിലാവാത്തവരൊന്ന് ശ്രദ്ധിക്കണേ. സിമ്പിളാണ്, കാണുന്നത്ര ഡിഫിക്കൽട്ട് ഒന്നും ഇല്ല ഇത്. ഇപ്പോൾ 25 + 15, ഓക്കെ, 25 + 15 ചെയ്താൽ 40 ആണ് കിട്ടുക. ഇവിടുത്തെ കോളത്തിൽ 8 അല്ലേ തന്നത്? 40 എപ്പോഴാണ് 8 ആവുക അറിയോ? 40 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ 8 കിട്ടും. ക്ലിയർ? ഇനി ഇതേ റിലേഷൻ അടുത്തേലും ഉണ്ടെങ്കിലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. 45 + 15 എന്ന് പറഞ്ഞാൽ 60 കിട്ടും. ഇനി 60 എപ്പോഴാണ് 12 ആവുക? ഡിവൈഡഡ് ബൈ 5. 60 ഡിവൈഡഡ് ബൈ 5 എന്താണ്? 12 അല്ലേ? സോ ആ ഒരു റിലേഷൻ ഇവിടെയും ഉണ്ട്. സോ നടുവിൽ എന്തായാലും ഉണ്ടാവണം. 65 + 25 എത്ര വരിക? 90. ഇനി 90യിൽ എന്താ വരിക? 90നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 90 ഡിവൈഡഡ് ബൈ 5 വരിക 18 ആണ്. സോ ആൻസർ ഈസ് 18. ക്ലിയർ ആണോ? ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ പറയാം. റെഡിയാണ്? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ മീനിങ്ഫുൾ ഓർഡർ. ബയോളജിക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ അല്ലേ?
പറയൂ. ഓപ്ഷൻ ബി ആണോ? ബി ആ വരുന്നത്. നോക്കുക. ഓപ്ഷൻ ഡി. സിയോ? ബി ആണോ? ബി. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ ആദ്യം എന്താ നടക്കുക? ആദ്യം എന്താ നടക്കുക? സീഡ് കുഴിച്ചിടും. സീഡ് ഉണ്ടാവും അല്ലേ? ആദ്യം സീഡ് എന്ത് ചെയ്യണം നമ്മൾ? പിന്നെ അതിനെ പ്ലാന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്തത് ജെർമിനേഷൻ സംഭവിക്കും അല്ലേ? ശരിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പല രൂപത്തിൽ വരാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സീഡ് പിന്നെ കുഴിച്ചിടുന്നു. രണ്ടാമത്തെ പിന്നെ വരുന്നത് എംബ്രിയോ. ഒന്ന് എഴുതുന്നുണ്ട്. സീഡ്, എംബ്രിയോ, ജെർമിനേഷൻ. ഞാൻ ഇതിൽ നമുക്ക് തന്ന ആൻസറിൽ ഉള്ളതാട്ടോ ഇതിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ പ്ലാന്റ്, ഫ്ലവർ, 6 ഫ്രൂട്ട്. ഓക്കെ, ഇത് റെഡി അല്ലേ? ഓക്കെ, ഇവിടെ പിന്നെ സീഡ് ശരിക്ക് സീഡ് കുഴിച്ചിട്ടായ ജെർമിനേഷൻ ആണ് സംഭവിക്കേണ്ടത്. പിന്നെ എംബ്രിയോ എന്നുള്ള സ്റ്റേജ് നമുക്ക് ഇവിടെ അല്ലാതെ ഉൾപ്പെടുത്താൻ കഴിയൂല. എംബ്രിയോ എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്ക് എംബ്രിയോ ഉണ്ടാവുക ഫെർട്ടിലൈസേഷന്റെ ശേഷമാണല്ലോ. ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് പിന്നെ സൈഗോട്ടാണ് എംബ്രിയോ ആയി മാറുക അല്ലേ? പക്ഷെ നമുക്ക് ഇവിടെ അപ്പോ സർ ശരിക്ക് എംബ്രിയോ അല്ലേ ഫസ്റ്റ് വരേണ്ടത്? എംബ്രിയോ, സീഡ്, ജെർമിനേഷൻ അങ്ങനെയല്ലേ വരേണ്ടത്? അങ്ങനെയാണ് വരിക. അങ്ങനെ വരിക. എംബ്രിയോ, സീഡ്, ഫസ്റ്റ് എംബ്രിയോ വേണം, പിന്നെ സീഡ്. ഇപ്പോൾ ഓക്കെ, ലോജിക്കലി ഇപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഫ്ലവറിൽ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാലോ. ശരിക്ക് ഫ്ലവർ എംബ്രിയോ എന്നും പറയാലോ. ഫ്രൂട്ട് അല്ലെങ്കിൽ ഫ്ലവർ, ഫ്രൂട്ട്, എംബ്രിയോ എന്നും വേണമെങ്കിൽ പറയാം. തെറ്റെന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമുക്കിവിടെ തന്ന ഓപ്ഷൻ, ഞാൻ ഇവിടെ തന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത് ബി മാത്രമാണ് അല്ലേ? 1, 5 പറ്റൂല. സീഡ് ഫ്ലവർ ആവൂല. 6, 5 ഫ്രൂട്ട്, ഫ്ലവർ ഇല്ല, പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്ഷൻ വെച്ചിട്ട് 1, 4, 3 ആണ് വരിക. റെഡി അല്ലേ പറഞ്ഞത്? ഓക്കെ. ശരിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4, 1 ഇതാണ് ഒന്നും കൂടി ലോജിക്കൽ ഓർഡർ കേട്ടോ. 4, 1 എംബ്രിയോ, സീഡ്, ദെൻ സീഡ് എന്ത് ചെയ്യുന്നു? ജെർമിനേറ്റ് ചെയ്യുന്നു. ജെർമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്ലാന്റ് ആയി മാറുന്നു. പ്ലാന്റിൽ ഫ്ലവർ ആവുന്നു. ഫ്ലവർ അല്ലേ? ഫ്ലവറിന്റെ ശേഷം ഫ്രൂട്ട് ഉണ്ടാവുന്നു. ശരിയാണല്ലോ അല്ലേ? ഇതാണ് ലോജിക്കലി പറയാൻ പറ്റുക. ഓക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഓപ്ഷൻ എടുത്തത്. മറ്റൊരു ഓപ്ഷൻ ഇല്ലേനും. അതേസമയം ഈ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഇതാണ് ഒന്നും കൂടെ നല്ലത്, ക്ലിയർ ആയി വരിക. ഓക്കെ ആണോ? ഇതാണ് 2024 25 ക്വസ്റ്റ്യൻസ്. സോ അതോടുകൂടി നമ്മൾ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 25, 24 ക്വസ്റ്റ്യന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെ എന്താ പറയുക, പിന്നെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഴയ ക്ലാസ്സുകളിലൊക്കെ 23 വരെ ഉള്ളത് അതിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ ആഡ് ചെയ്ത് ഡിസ്കസ് ചെയ്തതാണ്. റീസണിങ് ആണെങ്കിലും കറണ്ട് അഫെയർ ആണെങ്കിലും എഡ്യൂക്കേഷണൽ കറണ്ട് അഫെയർ ആണെങ്കിലും. എഡ്യൂക്കേഷണൽ കറണ്ട് അഫെയറിൻ്റെയും ഇതേപോലെ 24, 25 ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടാവും ഇൻഷാല്ലാ. അതൊന്നെങ്കിൽ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. കാരണം എഡ്യൂക്കേഷണൽ കറണ്ട് അഫെയറിൽ കൂടുതലായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അല്ലെങ്കിൽ അത് ക്വിസ് ആയിട്ട് നൽകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ് അവസാനിപ്പിക്കാം. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം.
സർ ആ കേക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരൂ. ഓക്കെ ആ കേക്കിന്റെ ക്വസ്റ്റ്യനെ ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കട്ടോ, ഞാൻ ഇവിടെ വേറെ എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളെ കയ്യിൽ ഒരു കേക്കാണ് ഉള്ളത്. ആ കേക്കിന്റെ പകുതി മുറിച്ചു. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ എത്ര ഉള്ളത്? ഒരു ഹാഫ് കേക്കാണ് ഉള്ളത്. ഈ ഹാഫ് കേക്കിനെ 20 ഗ്രാം വീതമുള്ള 6 പീസുകളാക്കി മുറിച്ചു. 3, 4, 5, 6. ഓക്കെ, 6 പീസാക്കി മുറിച്ചു എന്ന് വെച്ചാൽ ഈക്വൽ പീസാട്ടോ. 20 ഗ്രാം ഉള്ള ഈക്വൽ പീസ്. ഈ കേക്കിന്റെ ഇത് 6ഉം പിന്നെ ഇവിടെ എത്ര ഉള്ളത്? ഇവിടെ 1ഉം. അപ്പോൾ ടോട്ടൽ എത്ര പീസ് ഉണ്ട്? 7 പീസ് ഉണ്ടോ? ഇവിടെ 6 പീസാക്കി മുറിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈച്ച് ഓഫ് ഈസ് 20 ഗ്രാം ഇൻ വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 6 പീസാക്കിയാണ്, 6 പീസാന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? ഈച്ച് 20 ഗ്രാം ആണെന്ന് പറഞ്ഞു. ടോട്ടൽ 7 പീസുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇതാ, ടോട്ടൽ 7 പീസ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം ഒരു പീസ്, ഒരു കഷ്ണം. ബാക്കി എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും? 6 എണ്ണം. ഓക്കെ, ഒരു കഷ്ണം 20 ഗ്രാം ആണെങ്കിൽ 6 കഷ്ണം എത്ര ഗ്രാം ആയിരിക്കും ടോട്ടലി? 120 ഗ്രാം. അപ്പോൾ ഇത് പകുതി 120 ആണെങ്കിൽ ഈ പകുതിയും ഈക്വൽ പീസ് അല്ലേ, ഈ പകുതിയും 120 ആയിരിക്കും അല്ലേ? അപ്പോൾ ടോട്ടൽ വെയിറ്റ് എത്ര? 240 ഗ്രാം. ക്ലിയർ ആണോ? ചോദിച്ചാൽ ഓക്കെ. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ അങ്ങനെ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്തെങ്കിലും പറയാനോ ഉണ്ടോ? ഇനി എന്തെങ്കിലും കൂടുതൽ ക്ലാസ് വേണമെന്നുണ്ടോ റീസണിങ്ങിൽ? ഏതെങ്കിലും ടോപ്പിക്ക്? ഇല്ല. മറ്റേ പെർസെന്റേജ് പറഞ്ഞ ടോപ്പിക്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻ നന്നായിരുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നാ? അതെ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ PYQ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും അത്ര കൂടുതൽ ചോദിക്കുന്നതല്ല. പിന്നെ ഹൈ റേഞ്ച് ചോദ്യങ്ങൾ ഞാൻ 4-5 ടൈപ്പ് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഹൈ റേഞ്ച് ചോദ്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അതൊക്കെ RRB SSCയിലൊക്കെയാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു ലോങ് ലെങ്ത് അല്ലെങ്കിൽ ഒരു കാറിന് ഇത്ര രൂപയാണ്, അതിന് എത്ര പെർസെൻറ്റേജ് ലോസ് ഉണ്ട്, അപ്പോൾ അത് എത്ര രൂപക്ക് വിറ്റു അല്ലെങ്കിൽ വാങ്ങി, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അതല്ലാത്ത ഹൈ ലെവൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഓക്കെ, അതുപോലെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് നിങ്ങൾ വെക്കാബുലറി ക്ലിയർ ചെയ്യണേ. ഓക്കെ, പിന്നെ വെക്കാബുലറി നന്നായിട്ട് ക്ലിയർ ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കഴിഞ്ഞ 2 ടേമിലായിട്ട് നമ്മൾ കാണുന്നത് ഇംഗ്ലീഷിൽ ഒരു ചേഞ്ച് ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ വെക്കാബുലറി ഭാഗങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് പോവുക. അത് എത്ര പറഞ്ഞു തന്നാലും അത് തീരൂല. അത് ആരായാലും നമ്മൾ പറഞ്ഞ് തീരുന്നതല്ലല്ലോ വെക്കാബുലറി എന്ന് പറഞ്ഞാൽ. അതൊരു വലിയൊരു ഇതല്ലേ, ഏരിയ അല്ലേ. അപ്പോൾ നമ്മൾ തന്നെ കൂടുതൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതുപോലെ തന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ കവർ ചെയ്ത് പോവുക സ്വന്തമായിട്ട് തന്നെ. കാരണം ഒരു വാസ്റ്റ് ഏരിയയാണ്, അങ്ങനെ തീരുന്നതല്ല. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഇതിൻ്റെ റെക്കോർഡഡ് അവൈലബിൾ ആക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, എന്നാൽ അസ്സലാമു അലൈക്കും. കൂടുതൽ ക്വിസ് നമ്മൾ ചെയ്യൂട്ടോ. ക്വിസ് പ്രോഗ്രാം നാളെ മറ്റന്നാളായിട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ആദ്യം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ക്വിസ് ചെയ്യാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.